നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണോ വിചാരിക്കണോ? അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ മുഖത്തുണ്ടാവണ പിഗ്മെൻറ്റേഷൻ ഉണ്ടല്ലോ, എല്ലാവരും അലട്ടുന്ന വലിയൊരു പ്രശ്നമാണ് കരിമംഗല്യം. കരിമംഗല്യം മാറാൻ, അതുമാതിരി തന്നെ മെലാസ്മ മാറാൻ, മുഖത്ത് വന്ന പാടുകളൊക്കെ മാറി മുഖം ഒന്ന് ക്ലിയർ ആവാൻ, നല്ലപോലെ വെളുക്കാൻ പറ്റിയ നല്ലൊരു വൈറ്റനിങ് പാക്കാണ് ഇത്. നമ്മുടെ അടുക്കളയിലുള്ള ഒരു ഇൻഗ്രീഡിയൻസ് ആണ്. നിങ്ങളുടെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലുള്ള ഒരു സാധനമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സ്കിന്നിൽ ഉണ്ടാവുന്ന എല്ലാ പ്രോബ്ലങ്ങളും മാറാൻ ഈ ഒരൊറ്റ പാക്ക് മതി. ഡെയിലി ഉപയോഗിക്കാൻ പറ്റാത്തവർക്കാണെന്ന് വെച്ചാൽ ആഴ്ചയിൽ 3 വട്ടം ഓരോ ദിവസം വെച്ചിട്ട് ഇടവിട്ടിട്ട് ഉപയോഗിക്കുക. ഒരു മാസം ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾ കറക്റ്റായിട്ട് ഡെയിലി ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിന്നിലെ മാറ്റം കണ്ട് ഞങ്ങൾ തന്നെ ഞെട്ടും. അത്രയ്ക്ക് നല്ല റിസൾട്ട് തരുന്ന നല്ലൊരു കിടിലൻ പാക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടൊന്നുമല്ല. അതിന് മുന്നോട്ടായിട്ട് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് ദീപ എന്നാൽ നിങ്ങൾ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ്, ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് പെട്ടെന്ന് പോയിട്ട് ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കിയിട്ട് വരാം. ആദ്യം ആവശ്യം നമുക്ക് ഒരു ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങ് നമുക്ക് ആദ്യം തൊലി കളയണം. ഉരുളക്കിഴങ്ങ് നമ്മുടെ സ്കിന്നിൻ്റെ കളർ കൊണ്ടുവരാൻ നല്ലപോലെ സഹായിക്കും, വെളുക്കാൻ സഹായിക്കുന്ന ഒരു സാധനമാണ് ഉരുളക്കിഴങ്ങ്. ഉരുളക്കിഴങ്ങിൽ നമുക്ക് നമ്മുടെ പിഗ്മെൻറ്റേഷൻ മാറാൻ, മെലാസ്മ മാറാൻ, മുഖത്ത് വന്ന പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനൊക്കെ നല്ലപോലെ സഹായിക്കും ഉരുളക്കിഴങ്ങ്. പിന്നെ നമ്മുടെ മുഖത്തുണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഇത് മതി. മുഖം എന്ത് ചെയ്തിട്ടും വെളുക്കില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരില്ലേ, അവർക്കെല്ലാം നമ്മൾ ഒരു സാധനം ഉപയോഗിക്കുമ്പോൾ 1-2 ദിവസം ഉപയോഗിച്ചിട്ട് റിസൾട്ട് കിട്ടിയില്ല, അല്ലെങ്കിൽ റിസൾട്ട് കിട്ടി അത് മാറിപ്പോയി പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഭക്ഷണം ദിവസവും കഴിക്കണില്ലേ നമുക്ക് വിശക്കുമ്പോൾ, അതുപോലെ നമ്മുടെ സ്കിന്നിനും ആവശ്യമാണ് ഓരോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. നമ്മൾ ദിവസവും അതുപോലെ തന്നെ സൺസ്ക്രീൻ ഉപയോഗിക്കുക. നമുക്ക് കിട്ടിയ റിസൾട്ട് പിന്നെ അത് മാഞ്ഞു പോയി അത് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, നമുക്ക് പിന്നെയും ടാൻ അടിക്കുകയാണ് നമ്മുടെ മുഖത്ത്. അപ്പം നമ്മുടെ മുഖത്ത് ടാൻ അടിച്ച് പിന്നെ ആ ഒരു പിഗ്മെൻറ്റേഷൻ ആണെച്ചാലും മെലാസ്മയാണെങ്കിലും ഒക്കെ തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ സ്കിന്നിലെ ടാൻ അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സൺസ്ക്രീൻ ഡെയിലി ഉപയോഗിക്കുക. ദിവസവും വീട്ടിലിരിക്കുകയെന്ന് പറഞ്ഞാലും നിങ്ങൾ സൺസ്ക്രീൻ ഉപയോഗിക്കണം ഡെയിലി. അതിലൊരു മടിയും വിചാരിക്കരുത്. അതുപോലെ തന്നെ നമ്മൾ ഒരു പാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞു പറഞ്ഞാൽ നിങ്ങൾ പറയും ഒരു മാറ്റവും ഇല്ല. നിങ്ങൾ ഒരു മാസം അടുപ്പിച്ച് ഒരു പാക്ക് ഉപയോഗിച്ച് നോക്ക്, നിങ്ങളുടെ സ്കിന്നിൽ മാറ്റം ഉണ്ടാവും എന്നുള്ളത് ഞാൻ ഉറപ്പ് തരികയാണ്. ഞാനിപ്പോൾ എൻ്റെ അനുഭവം ഞാൻ പറയണം. അത്രയ്ക്ക് പ്രോബ്ലം ഉണ്ടായിരുന്ന സ്കിന്നിനെ ഞാൻ മാറ്റിയെടുത്തു. അപ്പോൾ ആർക്കും എൻ്റെ സ്കിന്ന് പഴയ സ്കിന്ന് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊരു പ്രോബ്ലമുള്ള സ്കിന്നായിരുന്നു എന്നുള്ളത്. അതിനെ മാറ്റിയെടുക്കാൻ എനിക്ക് പറ്റുവെച്ചാൽ തീർച്ചയായും നിങ്ങൾക്കും ഇതുപോലെ നിങ്ങളുടെ സ്കിന്നിനെ മാറ്റിയെടുക്കാൻ പറ്റും. നമുക്ക് പൊട്ടറ്റോയുടെ ജ്യൂസ് എടുക്കുക, ഗ്രേറ്റ് ചെയ്ത് ജ്യൂസ് എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അരച്ചിട്ട് നിങ്ങൾക്കൊരു അരിപ്പ വെച്ച് നിങ്ങൾക്ക് ജ്യൂസ് എടുക്കുക കേട്ടോ. പൊട്ടറ്റോ ജ്യൂസ് ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യം ഇതാണ് സാധനം. നമ്മുടെ ഇഡ്ഡലിക്കോ ദോശയ്ക്കോ ഒക്കെ അരച്ച് വെക്കണം മാവുണ്ടല്ലോ, പുളിച്ചു പൊങ്ങി വരില്ലേ, ഇത് നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിനും പിഗ്മെൻറ്റേഷൻ മാറാനും ഒരുപാട് സഹായിക്കുന്നതാണ് കേട്ടോ. ഇത് ഞാൻ ഒരുപാട് യൂസ് ചെയ്തിട്ടുള്ളതുമാണ്. നമുക്ക് ആദ്യം ഒരു ബൗളിലേക്ക് ഇതുപോലെ നമ്മുടെ പുളിച്ചു പൊങ്ങിയ മാവുണ്ടല്ലോ അത് നമുക്ക് ആദ്യം കുറച്ചെടുക്കുക. പിന്നെ അതുമാതിരി തന്നെ ഈ പുളിച്ച മാവെടുത്ത് കുറച്ചൊരു ഡപ്പയിലാക്കി ഫ്രിഡ്ജിൽ വെക്കുക. അത് മറക്കരുത്. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ മാവാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യം നമ്മുടെ പൊട്ടറ്റോയുടെ ജ്യൂസ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ നമ്മുടെ പിഗ്മെൻറ്റേഷൻ മാറാനും മെലാസ്മ മാറാനും നമ്മുടെ മുഖത്തെ പാടുകളൊക്കെ മാറി മുഖം വെളുക്കാനും നല്ലൊരു വൈറ്റനിങ് പാക്കാണിത്. ഇത് നിങ്ങൾക്ക് ഡെയിലി ഉപയോഗിക്കാൻ നിങ്ങളുടെ മുഖത്തിന് ഒരു കുഴപ്പവും ഉണ്ടാവില്ല. ഇതിനി എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ കണ്ടുല്ലോ, നമ്മളെല്ലാവരുടെയും വീട്ടിലുള്ള സാധനം തന്നെയാണ്. നമ്മൾ ഇഡ്ഡലിക്കോ ദോശയ്ക്കോ ആയിരിക്കുമ്പോൾ തീർച്ചയായും നമുക്കുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഉഴുന്ന് നമ്മുടെ പിഗ്മെൻറ്റേഷൻ മാറാൻ നല്ലപോലെ സഹായിക്കും, മുഖം വെളുക്കാനും ടൈറ്റ് ചെയ്യാനും സഹായിക്കുന്ന സാധനമാണ്. ഉഴുന്ന് വെച്ച് ഞാൻ ഒരുപാട് പാക്കുകൾ കാണിച്ചു തരുന്നുണ്ട്. ഉഴുന്ന് എൻ്റെ സ്കിന്നിനെ മാറ്റിയെടുക്കാൻ ഒരുപാട് സഹായിച്ചതാണ്. അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും, ഇത് രണ്ടും ഞാൻ ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ എടുത്ത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും അത്രയ്ക്ക് എന്നെ ഹെൽപ്പ് ചെയ്ത സാധനമാണ്. അതുപോലെ നിങ്ങൾക്കും ഇത് ഹെൽപ്ഫുള്ളാവും, നിങ്ങൾക്ക് ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. നിങ്ങളെ നല്ലപോലെ സഹായിക്കാൻ ഈ ഒരു പാക്ക് നല്ലപോലെ സഹായിക്കും. അതുപോലെ സ്കിൻ വൈറ്റനിങ്ങിന് നമ്മുടെ അരി നല്ലതാണ്. ഇതിൽ നമ്മൾക്ക് ഉഴുന്നുണ്ട്, അരിയുണ്ട്, മാവിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഉലുവയുണ്ട്,
പിന്നെ എന്താ കുറച്ച് ചോറുമായിരിക്കും. ഇതെല്ലാം നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിനും മുഖത്തെ പിഗ്മെൻറ്റേഷൻ, മെലാസ്മ, മുഖത്തുള്ള പാടുകളൊക്കെ മാറാൻ സഹായിക്കുന്ന സാധനമാണ് പൊട്ടറ്റോ. എല്ലാവർക്കും അറിയണതാണ്. നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിനും പിഗ്മെൻറ്റേഷനും മാറാനും ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു സാധനം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മുടെ മുഖത്തുള്ള പിഗ്മെൻറ്റേഷനും മെലാസ്മയും മാറ്റി മുഖം വെളുക്കാൻ സഹായിക്കുന്ന സാധനം ആയതുകൊണ്ട് തന്നെ ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് വേണമെച്ചാൽ ഉപയോഗിക്കണമെന്ന് മുമ്പ് ഒരു പാച്ച് ടെസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് സ്കിന്നിൽ പറ്റണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ട. പക്ഷേ ഇതിലധികം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ്, എല്ലാവരുടെ വീട്ടിലും ഉള്ളതാണ്. നമുക്കൊരു പാർലറിൽ പോകുകയാണെന്ന് വെച്ചാൽ ഫേഷ്യൽ ചെയ്യാനാണെന്ന് വെച്ചാൽ മാസത്തിൽ ഒരു തവണ ചെയ്യാന്ന് വെച്ചാൽ പണം എത്ര വേണം. ഈ സാധനമൊക്കെയാണ് എന്നു വെച്ചാൽ നാച്ചുറൽ സാധനമാണ്. സ്കിന്നിന് ഒരു പ്രോബ്ലം ഉണ്ടാവില്ല, മുഖം നല്ലപോലെ വെളുക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉപയോഗിക്കേണ്ടത് വെച്ചു പറഞ്ഞാൽ മുഖത്ത് തേച്ചൊരു മസാജ് കൊടുക്കുക. ഇപ്പോൾ ഇതിൻ്റെ അടിയിൽ കമൻറ്റ് വരും, ഇഡ്ഡലി മാവും ദോശ മാവൊക്കെ എടുത്തിട്ടാണോ നിങ്ങളിത് ഉണ്ടാക്കണമെന്ന്. ഈ സാധനങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് നമ്മുടെ സ്കിന്നിനെ നല്ലപോലെ മാറ്റിയെടുക്കാൻ സഹായിക്കുക. നമ്മൾ ഈ എന്താ പറയുക, കണ്ണി കണ്ട മരുന്നും ഒക്കെ കഴിക്കണതും അല്ലെങ്കിൽ നിങ്ങൾ വൈറ്റനിങ് ക്രീമുകളും ഒക്കെ നിങ്ങൾ വാങ്ങി ഉപയോഗിക്കണവരൊക്കെ ആണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതൊക്കെ ഉപയോഗിക്കുമ്പോൾ അപ്പോൾ വരണ ആ ഒരു മാറ്റം മാത്രമേ ഉള്ളൂ നമ്മുടെ സ്കിന്നിന്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിനെ മൊത്തത്തിൽ അത് കറക്കും. കാരണം നമ്മുടെ സ്കിന്നിത്തെ തൊലിയാണ് ഈ വൈറ്റനിങ് ക്രീമുകളൊക്കെ പീൽ ചെയ്ത് കൊണ്ടുപോയി ലാസ്റ്റ് നമ്മുടെ അടിയത്തെ ലെയർ വരെ എത്തിക്കും. പിന്നെ നമുക്ക് വെയിലേറ്റ് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ പെട്ടെന്നാണ് നമുക്ക് പൊള്ളലേൽക്കണത്. നമ്മുടെ സ്കിന്നുണ്ടല്ലോ പൊള്ളി മാതിരിയാവും. എൻ്റെ തൊട്ട വീട്ടിലെ കുട്ടിക്കുണ്ടായ അനുഭവമാണ്. വൈറ്റനിങ് ക്രീമുകളുടെ പിന്നാലെ ഒരിക്കലും പോരുത്. നമുക്ക് അപ്പം തരണ ആ ഒരു റിസൾട്ട് പിന്നെ നമുക്കത് കൂടുതൽ ദോഷമാക്കി മാറ്റുള്ളൂ. അതുകൊണ്ടാണ് പറയണം, ഇത് ഇങ്ങനെയുള്ളത് നമ്മൾ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ച് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മെല്ലെ റിസൾട്ട് കിട്ടുള്ളൂ. പെട്ടെന്ന് ഒറ്റ യൂസിലെങ്കിലും അല്ലാതെ എങ്കിലും വെളുത്ത് കൊടുക്കുന്നൊന്നും ഞാൻ പറയുന്നില്ല. മെല്ലെ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ. എങ്കിലും നമുക്ക് അതിൻ്റെ റിസൾട്ട് പിന്നെ പൂവ് അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൽ അത് ഡാമേജ് ആവുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല. അപ്പോൾ നിങ്ങൾ ഇത് ചെയ്ത് ഡെയിലി നിങ്ങൾ ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞാൽ തീർച്ചയായും നിങ്ങളുടെ സ്കിന്നിൽ നല്ല മാറ്റം ഉണ്ടാവും. അതുമാതിരി തന്നെ നമ്മൾ എന്ത് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഒരു മസാജ് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. നമ്മുടെ സ്കിന്നുണ്ടല്ലോ നല്ലപോലെ ഒരു മസാജ് നമ്മൾ അല്ലാതെ ഇപ്പോൾ ഓയിൽ മസാജ് ചെയ്യണവരൊക്കെ ആണെന്ന് വെച്ചാൽ ആ സമയത്ത് നിങ്ങൾക്ക് നല്ല ബ്ലഡ് സർക്കുലേഷൻ കൂടാനും നിങ്ങളുടെ സ്കിന്നിന് നല്ല തിളക്കം കൊണ്ടുവരാനൊക്കെ സഹായിക്കും. ഇങ്ങനെയുള്ള പാക്കുകൾ ചിലർ ഒന്നും ചെയ്യാത്തവരുണ്ടാവും. അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടല്ലോ, ഡെയിലി നിങ്ങളൊരു പാക്ക് ഇടുമ്പോൾ ചെറുതായിട്ട് സ്കിന്ന് ഡാമേജ് ആവാത്ത വിധത്തിൽ നിങ്ങളൊരു മസാജ് കൊടുക്കുക. മസാജ് നിങ്ങൾക്ക് ഒരു 2 മിനിറ്റോ 3 മിനിറ്റോ എത്ര പറ്റുക അത്രയ്ക്കൊരു മസാജ് കൊടുക്കുക. അതിലൂടെ നിങ്ങളുടെ സ്കിന്നിലെ പ്രോബ്ലങ്ങളും മാറും, നമ്മുടെ സ്കിൻ നല്ല തിളക്കവും വരും. കണ്ടോ, ഇതിലിപ്പോൾ നമുക്ക് തരിതരിയായിട്ടുള്ളതാണെന്ന് വെച്ചാൽ സ്ക്രബിൻ്റെ ഒരു ഇതാണ് വരിക. ഇതിപ്പോൾ നമുക്ക് നല്ല നൈസായിട്ടുള്ള മാവാണ്, അതുമാതിരി തന്നെ പൊട്ടറ്റോ ജ്യൂസാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു മസാജിങ് ക്രീം പോലെയാണ് അപ്പോൾ ഇത്. അപ്പോൾ നമുക്ക് നല്ലൊരു ധൈര്യമായിട്ടൊരു മസാജ് കൊടുക്കുക. ഞാനൊരു 5 മിനിറ്റൊക്കെ ഞാൻ മസാജ് കൊടുക്കാറുണ്ട് എന്ത് ചെയ്യുമ്പോഴും കേട്ടോ. ഇപ്പം ഞാനൊരു 5 മിനിറ്റോളം നല്ലൊരു മസാജ് കൊടുത്തു. നല്ലൊരു തിളക്കം ഇപ്പം തന്നെ ആകുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഭയങ്കര ഡ്രൈ സ്കിന്നുകാരാണെന്നുണ്ട് വെച്ചാൽ നിങ്ങൾക്ക് ഇതിലേക്ക് ഒരു വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളോ അല്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ എന്തെങ്കിലും ഒരു 2-3 ഡ്രോപ്സോ ഒറ്റിച്ചാൽ മതി. സ്കിന്ന് ഡ്രൈ ആവില്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഒരു 5 മിനിറ്റിൻ്റെ മസാജിന് ശേഷം നമുക്ക് നമ്മുടെ പാക്ക് നല്ല കട്ടിക്കൊന്ന് മുഖത്തിട്ട് കൊടുക്കുക. കഴുത്തിലും കയ്യിലും കാലിലും കുളിക്കുകയാണെന്ന് വെച്ചാൽ ശരീരം മൊത്തം നിങ്ങൾക്ക് ഇത് തേക്കാം. നിങ്ങൾക്ക് അത്രയും നല്ല റിസൾട്ട് തരുന്ന ഒരു സാധനമാണ് കേട്ടോ. കാരണം എല്ലാവരും വീട്ടിൽ ഇഡ്ഡലി മാവും ദോശമാവും ഉണ്ടാവും. ഒരു ജ്യൂസും അടിച്ച് ഒരു പൊട്ടറ്റോ എടുത്ത് അതൊരു ജ്യൂസും അടിച്ച് മിക്സ് ചെയ്ത് ഒരു ഡപ്പയിലാക്കി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞ് പറഞ്ഞാൽ നമുക്ക് കുറച്ച് ദിവസത്തേക്ക് ആവും. ഒരു 2-3 ദിവസം വരെ നമുക്കിത് ഉപയോഗിക്കാം. കൂടുതൽ ദിവസം ഉപയോഗിക്കരുത്. പൊട്ടറ്റോ ജ്യൂസ് എന്താ പറയുക കറക്കുള്ളൂ. അതുകൊണ്ട് 3 ദിവസം വരെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇന്നും നാളെയും മറ്റന്നാളും നമുക്ക് ഉപയോഗിക്കാം. ഇനി കുളിക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ അത് മൊത്തത്തിൽ അങ്ങോട്ട് എടുത്ത് നിങ്ങൾ കുളിച്ച് ദിവസവും നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. നല്ല അടിപൊളിയാണ്. നിങ്ങളുടെ സ്കിൻ സോപ്പ് ഉപയോഗിച്ച് ആർക്കും ഒരു റിസൾട്ട് ഇത്ര കാലം കിട്ടിയിട്ടില്ല. വെളുക്കുന്നുള്ളൊരിത് ചളി പോകുന്നേ ഉള്ളൂ. ഇത് നിങ്ങൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെന്ന് വെച്ചാൽ സ്കിന്നിലെ അഴുക്കും പോവും, സ്കിന്നത്തെ ടാനുകളൊക്കെ മാറി നല്ലോണം വെളുക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതാ മുഖത്ത് മൊത്തം ഇട്ട് കൊടുത്തു. ഇനി നമുക്കൊരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് റിസൾട്ട് കാണാം കേട്ടോ. ഇപ്പോൾ ഞാൻ ഫേസിലിട്ടിട്ട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാനൊന്ന് കഴുകിയിട്ട് ഞാൻ ഇതിൻ്റെ റിസൾട്ട് കാണിച്ചിട്ട് ഫേസ് കഴുകിയിട്ട് വന്നു. നല്ല അടിപൊളി ഗ്ലോ പറഞ്ഞാൽ അത്രയും ഗ്ലോയാണ് കിട്ടിയേക്കുന്നത്. തീർച്ചയായും നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക. ഫസ്റ്റ് യൂസിൽ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലപ്പുറം ഒരു റിസൾട്ട് തന്നെ നല്ലൊരു പാക്കാണ്.
നിങ്ങൾക്കിപ്പോൾ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കണം. അത്രയ്ക്ക് എനിക്ക് എൻ്റെ മുഖത്ത് സന്തോഷം കാണുമ്പോൾ എനിക്ക് മനസ്സിലാവില്ല. അത്രയ്ക്ക് റിസൾട്ടാണ് അത് കിട്ടിയിരിക്കുന്നത്. തീർച്ചയായും നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല റിസൾട്ട് തന്നെ കിട്ടും. നിങ്ങളുടെ മുഖത്ത് പിഗ്മെൻറ്റേഷനും മെലാസ്മയൊക്കെ മാറി മുഖം നല്ലപോലെ വെളുക്കുന്നുള്ളത് ഞാൻ പിന്നെയും ഉറപ്പ് തരികയാണ് കേട്ടോ. നമുക്കപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ഓക്കെ, ബൈ.